ഹരേ കൃഷ്ണ. സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 8 പരമപദ പ്രാപ്തി. അതിൽ 15 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നലെ നമ്മൾ നോക്കിയത്. ഭഗവാൻ അർജുനനോട് എങ്ങനെയാണ് പരമപദം പ്രാപ്തമാക്കുന്നത്, അതിൽ താഴെയുള്ള പദങ്ങളെല്ലാം ശാശ്വതമാണോ എന്ന് വിവരിക്കുന്ന കുറച്ച് ശ്ലോകങ്ങളാണ് ഈ ഭാഗങ്ങളിലുള്ളത്. ഭഗവാൻ അർജുനനോട് പറയുകയായിരുന്നു, വേദപഠനം ചെയ്തവരും ഓങ്കാരം ഉരുവിടുന്നവരും സന്യാസികളുമായ ഏവരും ഏത് ബ്രഹ്മപദം പൂകുന്നുവോ, ഏത് പരിപൂർണതയെ ആഗ്രഹിച്ചുകൊണ്ട് ബ്രഹ്മചര്യം സ്വീകരിക്കുന്നുവോ, പരിപൂർണത എന്ന് പറയുമ്പോൾ ഇനി ഒരു തിരിച്ചുവരവില്ലാതെ ജന്മ മൃത്യു ജരാവ്യാധികളിൽപ്പെട്ട് ഉഴലാതെ എന്താണോ പരിപൂർണമായ അവസ്ഥ, എവിടേക്കാണോ ഒരിക്കലും ഒരു തിരിച്ചു പോക്കില്ലാതെ, എവിടെയായിരുന്നോ തൻ്റെ സ്ഥിരമായ താമസം, അവിടേക്ക് പോകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മോക്ഷ പ്രാപ്തിക്ക് വേണ്ടി കാരണമായ ഈ പ്രക്രിയയെ ഞാൻ വിശദീകരിച്ചു തരാം എന്നാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ അർജുന, നീ ആദ്യം ചെയ്യേണ്ടത് ഇന്ദ്രിയങ്ങളുടെ കതക് അടയ്ക്കുകയാണ്. കാരണം മോക്ഷത്തിന് ഏറ്റവും വിഘാതമായി തടസ്സം സൃഷ്ടിക്കുന്നത് ഇന്ദ്രിയങ്ങളാണ്. ഇപ്രകാരം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിനെ ഹൃദയത്തിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് പ്രാണവായുവിനെ മൂർധാവിൽ സ്ഥിരീകരിക്കുകയും ചെയ്താൽ യോഗസ്ഥനാകാം. യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ ഭഗവാനുമായി, ആത്മാവും പരമാത്മാവുമായി ലയിപ്പിക്കാനുള്ള സാധ്യതയെയാണ് യോഗസ്ഥൻ എന്ന് പറയുന്നത്. ഇങ്ങനെ യോഗസ്ഥനായി ഇരിക്കുന്ന ഒരാൾ ഓം എന്ന ഉത്തമമായ വിശുദ്ധാക്ഷര സംയോഗം ഉച്ചരിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ശരീരം ത്യജിക്കുകയാണ് എങ്കിൽ അധ്യാത്മ ലോകങ്ങളിൽ എത്തും. അതിന് യാതൊരു സംശയവും വേണ്ട. കലിയുഗത്തിൽ യോഗമനുഷ്ഠിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഭഗവാന്റെ നാമം ഏതു സമയവും ഓർക്കുകയും അതുപോലെ തന്നെ മരണസമയത്ത് ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ വരികയുമാണ് എങ്കിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, നീ എൻ്റെ ലോകത്തിലേക്ക് എത്തിപ്പെടും. അതുകൊണ്ട് സ്ഥിരമായ തുടർച്ചയായുള്ള നാമജപ നാമശ്രവണ പ്രക്രിയകളാണ് നമുക്ക് ആവശ്യം. അല്ലയോ പാർത്ഥ, നിരന്തരമായ ഭക്തിയുത സേവനം മൂലം സ്ഥിരമായ മനസ്സോടെ എന്നെ എപ്പോഴും സ്മരിക്കുന്ന യോഗനിഷ്ഠന് ഞാൻ സുപ്രാപ്യനാണ്. സുപ്രാപ്യൻ എന്ന് പറയുമ്പോൾ പ്രാപ്യനേക്കാൾ മേലെ, അത്രയും എളുപ്പമാണ് എന്നെ കിട്ടുന്നതിന് വേണ്ടി. ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. സ്ഥിരമായ മനസ്സോടെ ഏതു സമയവും ഭഗവാനെ സ്മരിക്കുക. ഭക്തിയോഗം കൊണ്ട് എന്നെ പ്രാപിച്ച മഹാത്മാക്കൾ പരിപൂർണത നേടിയവർ ആകയാൽ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല, പരിപൂർണമായി കഴിഞ്ഞു. പരിപൂർണത നേടിയവർ ആയതുകൊണ്ട് പിന്നീട് ദുഃഖപൂർണവും അസ്ഥിരവുമായ ഈ ലോകത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നില്ല. ഭഗവാന്റെ ധാമം എവിടെയാണ് എന്നും അതിന് താഴെയുള്ള ലോകങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുമാണ് അടുത്ത 5 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. 16ാമത്തെ ശ്ലോകം ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. അബ്രഹ്മഭുവനാത് ലോക പുനരാവർത്തിനോ അർജുന മാമുപേത്യതു കൗന്ദേയ പുനർജന്മ ന വിദ്യതേ. അബ്രഹ്മഭുവനാത് ലോക, ബ്രഹ്മലോകം വരെയുള്ള ലോകത്തിൽ എവിടെയാണ് ബ്രഹ്മദേവൻ ഇരിക്കുന്നത്? ഭഗവാന്റെ ഉള്ളിൽ നിന്നും വന്ന, ഭഗവാന്റെ നാഭീസരസിൽ നിന്നും വന്ന ഒരു താമരത്തണ്ടിൽ കൂടി, ആ താമരത്തണ്ടിൻ്റെ ഉപരിതലത്തിൽ വിരിഞ്ഞിരിക്കുന്ന പത്മത്തിലാണ് ബ്രഹ്മദേവൻ ഇരിക്കുന്നത് അല്ലേ. അതായത് ബ്രഹ്മദേവൻ ഇരിക്കുന്നതിന് താഴെ വരെ 14 ലോകങ്ങളാണുള്ളത്. 13 ലോകങ്ങൾ. 14ാമത്തെ ലോകത്തിലാണ് ബ്രഹ്മദേവൻ ഇരിക്കുന്നത്. ബ്രഹ്മദേവൻ ഇരിക്കുന്ന ലോകമാണ് സത്യലോകം. അതിന് താഴെ ഏതൊക്കെയാണ്? ഏറ്റവും താഴെ അതലം, വിതലം, സുതലം, തലാതലം, രസാതലം, മഹാതലം, പാതാളം. അതിനുശേഷം ഭൂലോകം, ഭൂവർലോകം, സ്വർഗലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം. ഇങ്ങനെയുള്ള 14 ലോകങ്ങളിലും അബ്രഹ്മഭുവനാത് ലോക, ബ്രഹ്മലോകം വരെയുള്ള ലോകത്തിലും പുനരാവർത്തിനോ അർജുന, ആവർത്തിച്ചുള്ള ജനന മരണങ്ങൾക്ക് വിധേയമാണ്. മാമുപേത്യതു കൗന്ദേയ, എന്നാൽ എന്നെ പ്രാപിച്ചവൻ
എങ്ങനെയാ ഭഗവാനെ പ്രാപിക്കുക? നിസ്സാരമാണ്. എപ്പോഴും നാമജപത്തിലും ഭഗവത് സ്മരണയിലും ഏർപ്പെട്ടുകൊണ്ട് യാതൊന്നും പ്രതീക്ഷിക്കാതെയുള്ള അവനവൻ്റെ കർമ്മങ്ങൾ മാത്രം ചെയ്താൽ മതി. വേറെ ഒന്നുമില്ല അല്ലേ? ഈ ജന്മം ഇനിയും എടുക്കേണ്ടി വരില്ല. പൂർണ്ണമായും ഭഗവാന്റെ സേവകനായി ഭഗവത് ധാമത്തിൽ ചെന്നുപെടാം. അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. ശ്രേഷ്ഠനായ ബ്രഹ്മാവിന് പോലും ജനന മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. 14 ലോകങ്ങളിലും വച്ച് ഉന്നതമായ സത്യലോകത്താണ് ബ്രഹ്മദേവൻ പോലും ഇരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഉന്നതമായ ബ്രഹ്മലോകത്തിൽ പോലും, അല്ലെങ്കിൽ ബ്രഹ്മാവിന് പോലും ജനന മരണങ്ങളുണ്ട്. അവിടെ ബ്രഹ്മദേവന്റെ ഒരു ദിവസത്തിൻ്റെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഇന്ദ്രദേവന് പോലുമുള്ളത്. ഒരു ബ്രഹ്മദിനത്തിൽ 14 ഇന്ദ്രന്മാരാണ് ഉണ്ടാവുക. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കിയേ, ബ്രഹ്മദേവന്റെ ആയുസ് എത്രയായിരിക്കും? എന്തായാലും ബ്രഹ്മദേവന് പോലും ജനന മരണത്തിൽ പെടണം എന്ന് പറയുകയാണ് ഭഗവാൻ. അടുത്ത ശ്ലോകത്തിലൂടെ ഒരു ബ്രഹ്മദേവന്റെ ആയുസ്സിനെ കുറിച്ചാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. സഹസ്രായുഗപര്യന്തം അഹര്യാത് ബ്രഹ്മണോ വിദോ രാത്രിം യുഗസഹസ്രാന്തം തേ അഹോരാത്ര വിദോ ജന. സഹസ്രായുഗപര്യന്തം 1000 മഹായുഗങ്ങൾ അടങ്ങിയിട്ടുള്ള അഹര്യാത് ബ്രഹ്മണോ വിദു, പകലുള്ള ബ്രഹ്മാവിനെ നീ അറിയുക. ഒരു ബ്രഹ്മദിനം എന്ന് പറയുന്നത് 1000 ചതുർയുഗങ്ങൾ ഉൾപ്പെട്ടതാണ്. നമുക്കറിയാം, ചതുർയുഗങ്ങൾ എന്ന് പറയുമ്പോൾ കൃതായുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ 4 യുഗങ്ങൾ 1000 പ്രാവശ്യം വരുന്നതാണ് ബ്രഹ്മദേവന്റെ ഒരു പകൽ. അതുപോലെ തന്നെ 1000 ചതുർയുഗങ്ങൾ രാത്രിയും. അപ്പോൾ ഈ ചതുർയുഗങ്ങളുടെ കാര്യം എങ്ങനെയാണ്? 1 = 2 = 3 = 4 അങ്ങനെയാണ് പോവുക. അതായത് താഴെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ കലിയുഗം 4,32,000 വർഷങ്ങളാണുള്ളത്. 4,32,000 വർഷങ്ങൾ. കാരണം അധർമ്മം അതിൻ്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുകയാണ് ചെയ്യുക കലിയുഗത്തിൽ. അതിന് മുകളിലായി അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള 8,64,000 വർഷങ്ങളാണ് ദ്വാപര യുഗത്തിലുള്ളത്. ധർമ്മവും സത്യവും കുറയുകയാണ് ദ്വാപരയുഗത്തിൽ. വീണ്ടും 8,64,000 കൂടെ 4,32,000 കലിയുഗങ്ങൾ കൂടി ചേർന്നതാണ് 12,96,000 വർഷങ്ങളുള്ള ത്രേതായുഗം. ത്രേതായുഗത്തിൽ അധർമ്മം ഉളവാകുന്നു. വീണ്ടും അതിനു മുകളിൽ കൃതായുഗം. കൃതായുഗത്തിൽ 12,96,000 വർഷങ്ങളും 4,32,000 വർഷങ്ങൾ കൂടി ചേർന്ന് 17,28,000 വർഷങ്ങളാണ് കൃതായുഗത്തിൻ്റെ ദൈർഘ്യം. അങ്ങനെ 17,28,000 വർഷങ്ങളും 12,96,000 വർഷങ്ങളും 8,64,000 വർഷങ്ങളും 4,32,000 വർഷങ്ങളും കൂടിച്ചേർന്ന ഒരു ചതുർയുഗമാണ് ബ്രഹ്മദേവന്റെ ഒരു പകൽ. അത്രയും തന്നെ രാത്രിയും. അപ്പോൾ 2 ചതുർയുഗങ്ങൾ 1000 തവണ ആവർത്തിക്കുന്നതാണ് ബ്രഹ്മദേവന്റെ ഒരു ദിവസം. ഒരു പകലും രാത്രിയും ചേർന്നത് ആണത്. അതുപോലെ 100 വയസ്സാണ്. ഒരു ദിവസമാണ് 2000 ചതുർയുഗങ്ങൾ. അതുപോലെ 100 വയസ്സാണ് ബ്രഹ്മദേവന്റെ ആയുസ്. അതായത് കണക്കുകൂട്ടി വരികയാണ് എങ്കിൽ 3,11,40,000 കോടി വർഷങ്ങളാണ് മനുഷ്യ ഗണിതപ്രകാരം ബ്രഹ്മദേവന്റെ ആയുഷ്കാലം എന്ന് പറയുന്നത്. ഈ കണക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ, ചിന്തിക്കുമ്പോൾ വളരെ വലുതാണ്, അത്യധികം അസാധാരണമാണ് എന്ന് തോന്നാമെങ്കിലും ജലങ്ങളിൽ, നദികളിലും സമുദ്രത്തിലുമെല്ലാം ഉയർന്നു വരുന്ന പതയെപ്പോലെ വളരെ നിസാരമായി കടന്നു പോകുന്നു എന്നാണ് പറയുന്നത്. ഒരു ബ്രഹ്മദിനത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നു ഭഗവാൻ അടുത്ത ശ്ലോകത്തിലൂടെ. അവ്യക്താദ്വ്യക്ത സർവ പ്രഭവന്തി അഹരാഗമേ തത്രാഗമേ പ്രലീയന്തേ തത്രയേവ അവ്യക്ത സംജഗേ. അവ്യക്താദ്വ്യക്ത സർവ, അവ്യക്തത്തിൽ നിന്ന് എല്ലാ ജീവജാലങ്ങളും ഉണ്ടാവുകയാണ്.
തത്രാഗമേ പ്രലീയന്തേ തത്ര ഏവ അവ്യക്തസംജ്ഞകേ. രാത്രിയാകുമ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന ബ്രഹ്മദേവന്റെ രാത്രിയാകുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഇവയെല്ലാം തന്നെ നശിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ്. എന്തിലാണ് നശിപ്പിക്കപ്പെടുന്നത്? തത്ര ഏവ അവ്യക്തസംജ്ഞകേ. അവ്യക്തം എന്ന് പേരുള്ള അതിൽ ലയിക്കുകയും ചെയ്യുന്നു. എവിടെ നിന്നാണ്? അവ്യക്തതയിൽ നിന്ന് ഉണ്ടായി അവ്യക്തതയിൽ തന്നെ ലയിച്ചു ചേരുന്നു. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ അതിൽ പകലിൽ എല്ലാ സൃഷ്ടികളും ആവിർഭവിക്കുകയും രാത്രി എല്ലാം തന്നെ എങ്ങനെയാണോ നമ്മൾ പകൽ എഴുന്നേറ്റ് വരുന്നത് എന്നതുപോലെ അവ്യക്തതയിൽ നിന്നും സകല ജീവജാലങ്ങളും ഉണ്ടാവുകയും രാത്രി നമ്മൾ കിടന്നുറങ്ങുന്നത് പോലെ ബ്രഹ്മാവിൻ്റെ രാത്രി സമയമാകുമ്പോൾ രാത്രി ആഗമമാകുന്നതോടുകൂടി സകല ജീവജാലങ്ങളും തിരിച്ച് അവ്യക്തതയിലേക്ക് ഭഗവാനിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്യുന്നു. എങ്ങനെയാണോ ഒരു മരത്തിൽ നിന്നും കിളികൾ രാവിലെ പറന്നു പോകുന്നത് എന്നതുപോലെ നമുക്ക് കാണാൻ പോലും പറ്റില്ല കിളികൾ ആ മരത്തിലുണ്ടെന്ന്. കലകലാ ശബ്ദത്തോടുകൂടി അവ പറന്നു പോകുന്നത് പോലെ പകൽ ആരംഭിക്കുന്ന സമയത്ത് ബ്രഹ്മദേവന്റെ പകൽ ആരംഭിക്കുന്ന സമയത്ത് സകല ജീവജാലങ്ങളും ഉത്ഭവിക്കുന്നു. കിളി എങ്ങനെയാണോ രാത്രി സന്ധ്യയാകുന്നതോടുകൂടി ആ മരത്തിൽ ചേക്കേറുന്നത് എന്നതുപോലെ സകല ജീവജാലങ്ങളും തിരിച്ച് ഭഗവാനിൽ രാത്രിയാകുമ്പോൾ ബ്രഹ്മദേവന്റെ രാത്രി ആരംഭിക്കുന്ന സമയത്ത് തിരിച്ചെത്തുകയും ചെയ്യുന്നു. ഇതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് രാത്രി തിരിച്ചെത്തുമ്പോൾ എന്തെല്ലാം കർമ്മ ഭാണ്ഡങ്ങളാണോ ഈ കിളികൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നതുപോലെ രൂപം വ്യത്യാസപ്പെട്ടുകൊണ്ട് അതിൻ്റെ കളറിലും രൂപത്തിലും ഭാവത്തിലും ആകൃതിയിലും എല്ലാം വ്യത്യാസപ്പെട്ടുകൊണ്ടായിരിക്കും പിറ്റേ ദിവസം കർമ്മ ഫലത്തിനനുസരിച്ച് രൂപഭേദങ്ങൾ, ശരീരത്തിന് രൂപഭേദങ്ങൾ വന്ന് മരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അതായത് ഓരോരുത്തരും ചെയ്തു കൂട്ടുന്ന കർമ്മഫലങ്ങൾക്കനുസരിച്ചായിരിക്കും ബ്രഹ്മദേവന്റെ രാത്രി കഴിഞ്ഞ് വീണ്ടും ഒരു പകൽ ആരംഭിക്കുന്ന സമയത്ത് ബ്രഹ്മദേവൻ രൂപം കൊടുക്കുന്നത് എന്ന് ചുരുക്കം. സകല പ്രപഞ്ചങ്ങളും പ്രളയകാലത്ത് സൂക്ഷ്മാവസ്ഥയെ പ്രാപിക്കുകയും സൃഷ്ടികാലത്ത് സ്ഥൂലാവസ്ഥയെ പ്രാപിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിലെല്ലാം ഭഗവാൻ പറഞ്ഞത് നിങ്ങൾ എപ്പോഴും എന്നെ തന്നെ പ്രാപിക്കുവാനാണ് ശ്രമിക്കേണ്ടത്. കാരണം അത് പരമമായ ധാമമാണ്. ഭൗതിക ലോകത്തിൽ വീണ്ടും വീണ്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രമേ വിവിധ തരത്തിലുള്ള പൂജകൾ ചെയ്യുന്നത്. ഓരോരുത്തരും വിവിധ ദേവന്മാരെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പൂജകൾ ചെയ്യുകയാണ്. പക്ഷേ അവർ ഒന്ന് മനസ്സിലാക്കണം, എല്ലാത്തിലും ഉള്ളത് ഞാൻ തന്നെയാണ്. ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്ക് അവരുടെ ഉള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് പരമാത്മരൂപേണ അതിന് ഭംഗിയായി നടത്തിക്കൊടുക്കുന്നതും ഞാൻ തന്നെയാണ്. പക്ഷേ അവർ അത് അറിയുന്നില്ല എന്ന് മാത്രം. എപ്പോഴും പരമാത്മാവിനെയാണ്, ഭഗവാനെയാണ് പൂജിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു തരികയായിരുന്നു ഭഗവാൻ. ഈ ശ്ലോകത്തിലും അർജുനന് പറഞ്ഞു കൊടുക്കുന്നു, ബ്രഹ്മലോകം വരെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പുനർജന്മമുണ്ട്. അതിനു മുകളിൽ എപ്പോഴും എൻ്റെ ധാമത്തിൽ എത്തിയാൽ മാത്രമേ ഈ സ്ഥിതിയിൽ നിന്ന്, ജന്മമൃത്യു ജരാവ്യാധികളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതിന് എന്നെ മാത്രം ജപിച്ചുകൊണ്ട് എന്നിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ഇരുന്നാൽ മാത്രം മതി എന്ന് പറയുകയാണ് ഭഗവാൻ. 19ാമത്തെ ശ്ലോകം. ഭൂതഗ്രാമസയേവായം ഭൂത്വാ ഭൂത്വാ പ്രലീയതേ രാത്ര്യാഗമേ അവശ പാർത്ഥ പ്രഭവതി അഹരാഗമേ. ഭൂതഗ്രാമസയേവായം, നമുക്ക് പ്രത്യക്ഷമായിട്ടുള്ള ഈ ഭൂതജാലങ്ങൾ എല്ലാം തന്നെ ഭൂത്വാ ഭൂത്വാ പ്രലീയതേ, മുറയ്ക്ക് ജനിക്കുകയാണ്. ഓരോന്നും അവയുടെ കർമ്മ ഫലങ്ങൾക്കനുസരിച്ച് ഏത് രൂപമാണോ സ്വീകരിക്കേണ്ടത് എന്ന് ബ്രഹ്മദേവന് നേരത്തെ ഭഗവാനിൽ നിന്ന് ജ്ഞാനമെല്ലാം കിട്ടിയിട്ടുണ്ട്. തപസ്സനുഷ്ഠിച്ചുകൊണ്ട് സൃഷ്ടിയുടെ കലയിൽ പൂർണ്ണ വൈദഗ്ധ്യം നേടുവാൻ ബ്രഹ്മദേവന് ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ കർമ്മഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ ജീവജാലങ്ങൾക്ക് ജന്മം കൊടുക്കുകയാണ് ബ്രഹ്മദേവൻ. അതാണ് പറയുന്നത്, ഭൂതഗ്രാമസയേവായം ഭൂത്വാ ഭൂത്വാ പ്രലീയതേ, മുറയ്ക്ക് ഉണ്ടാവുകയും അതുപോലെ രാത്ര്യാഗമേ അവശ, രാത്രി ആകുന്നതോടുകൂടി അവ എന്നിൽ തന്നെ ലയിക്കുകയും ചെയ്യുകയാണ്. പാർത്ഥ
പ്രഭവതി അഹരാഗമേ. അതിനുശേഷം പിന്നെയും അടുത്ത പ്രഭാതത്തിൽ വീണ്ടും ഉണ്ടാകുന്നു. എങ്ങനെയാണോ ഒരാൾ ഉണർന്ന് എഴുന്നേറ്റ് കാര്യങ്ങൾ നടത്തുന്നത് എന്നതുപോലെ ജീവജാലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അന്നേ ദിവസം രാത്രി എല്ലാവരും ഉറങ്ങുന്നത് പോലെ ജീവജാലങ്ങളെല്ലാം ഭഗവാനിൽ ഉറങ്ങുന്നു. തിരിച്ച് വീണ്ടും പകലാകുമ്പോൾ എഴുന്നേറ്റ് വന്ന് കർമ്മങ്ങൾ ചെയ്യുന്നു. ഒരേ ഒരു വ്യത്യാസം എന്താണ് എന്ന് വച്ചാൽ, ഉറങ്ങിക്കിടക്കുന്ന ആളല്ല തിരിച്ച് പുറത്തേക്ക് വരിക. തൻ്റെ കർമ്മഫലങ്ങളിലൂടെ ശരീര വ്യത്യാസം വരുത്തി എലിയായി പോയവൻ പുലിയായും ആടായി പോയവൻ ആനയായുമായിരിക്കാം തിരിച്ചു വരുന്നത്. കർമ്മഫലങ്ങൾ ചേർത്തുള്ള ജീവിതം ലഭിച്ചതിന് ശേഷം അവർ വിവിധ ഭൗതിക പ്രകൃതികളിൽ ജന്മമെടുക്കുകയാണ്. വീണ്ടും ജന്മമൃത്യു ജരാവ്യാധികളിൽ പെടാതെ എൻ്റെ ധാമത്തിലേക്ക് തിരിച്ചെത്തുന്നതിനു വേണ്ടി അതിൽ ഏറ്റവും ഉന്നതരായ ആളുകൾക്ക് മനുഷ്യജന്മവും കൊടുക്കുകയാണ് ഭഗവാൻ. സത്യലോകത്തിന് മുകളിലുള്ള ഭഗവാന്റെ ധാമത്തെക്കുറിച്ചാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ വ്യക്തമാക്കുന്നത്. 20ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, പരത്തസ്മാത് ഭാവോ അന്യോ അവ്യക്തോ അവ്യക്താത് സനാതനഃ യ സ സർവേഷു ഭൂതേഷു നശ്യത്സു ന വിനശ്യതി. പര തസ്മാത് ഭാവോ അന്യോ, എല്ലാത്തിലും ഉപരിയായി, പര എല്ലാത്തിലും ഉപരിയായി മറ്റൊരു വ്യക്തഭാവമുണ്ട്. അവ്യക്തോ അവ്യക്താത് സനാതന, അവ്യക്തത്തിൽ നിന്നും അവ്യക്തമായ അത് സനാതനമാണ്. സനാതനം എന്നും ഉള്ളതാണ്, ഒരിക്കലും നാശമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ബ്രഹ്മദേവന്റെ രാത്രി അത് ഉൾപോകുകയോ പ്രഭാതത്തിൽ വിടരുകയോ ചെയ്യുന്നില്ല. ശാശ്വതമായ എന്നെന്നുമുള്ള ഒരു സ്ഥാനമാണ് അത്. യ സ സർവേഷു ഭൂതേഷു, സകല വിധത്തിലുള്ള സർവേഷു ഭൂതേഷു സകല ജീവജാലങ്ങളും നശ്യത്സു ന വിനശ്യതി, നശിക്കുമ്പോൾ അത് അതുപോലെ തന്നെ നിൽക്കുകയാണ്. എന്ത്? ഭൗതിക പ്രകൃതിക്കും ഉപരി ആയിട്ടുള്ള, സത്യലോകത്തിനും മുകളിലായിട്ടുള്ള ആ അവ്യക്തമായിട്ടുള്ള എന്നാൽ അനശ്വരമായ ആ പ്രദേശം എന്നും നിലനിൽക്കുകയാണ്. ഭഗവാന്റെ വൈകുണ്ഠലോകത്തെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. അവിടെ യാതൊന്നിനും നാശമില്ല, എല്ലാ സമയത്തും എല്ലായ്പ്പോഴും ഒരേപോലെ നിൽക്കുകയാണ് അവിടെ എന്ന് പറയുന്നു ഭഗവാൻ. അതായത് ജീവികൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു, പക്ഷേ ബ്രഹ്മം എപ്പോഴും അതേപോലെ നിലനിൽക്കുന്നു എന്ന് പറയുന്നു. നമ്മളെല്ലാവരും കടൽ തീരത്ത് പോയിട്ടുണ്ടാവും അല്ലേ? തിരകൾ എന്ത് പൊക്കത്തിലാണ് പൊങ്ങി വന്ന് താഴേക്ക് വരും. പക്ഷേ ആ തിരകൾ പൊങ്ങുന്നത് പോലെയാണ് ജീവജാലങ്ങൾ ഉത്ഭവിക്കുന്നതും. കടലിൽ നിന്ന് കടൽ ജലം തിരമാലകൾ എന്നതുപോലെ പൊങ്ങി വരുന്നത് പോലെയാണ് ജീവജാലങ്ങൾ ഉത്ഭവിക്കുന്നത്. ആ തിര എങ്ങനെയാണോ താഴുന്നത് എന്നതുപോലെ രാത്രി അത് താഴുകയും ചെയ്യുന്നു, ഇല്ലാതാവുകയും ചെയ്യുന്നു. അവസാനം ജലത്തിൽ തന്നെ ആ തിര അസ്തമിക്കുന്നു. പക്ഷേ ജലമെന്ന ബ്രഹ്മം എവിടെ നിന്നാണോ ഉത്ഭവിച്ചത്, ആ ജലം അതേപോലെ തന്നെ അവിടെ തന്നെ ഉണ്ട്. അതീന്ദ്രിയവും സനാതനവുമാണ് ഭഗവാന്റെ ധാമമെന്നും ഭൗതിക പ്രകൃതിയുടെ പരിണാമങ്ങൾക്കനുസരിച്ച് അതിന് വ്യത്യാസം വരുന്നില്ല, അതീതമാണ് ഇവയ്ക്കെല്ലാം പുറമേ എന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നു ഈ ശ്ലോകത്തിലൂടെ. ഗുണം കൊണ്ട് തികച്ചും ഭൗതിക പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള, അതായത് ഭൗതിക പ്രകൃതിയിൽ പലപ്പോഴും പലതും നശിക്കുകയും ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ ഭഗവാന്റെ ധാമത്തിൽ അതിന് വിരുദ്ധമായി യാതൊന്നും തന്നെ നശിക്കുകയോ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. പരിണാമങ്ങൾ ഒന്നും തന്നെ അവിടെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നു ഭഗവാൻ. ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിന ആശംസകൾ. ഹരേ കൃഷ്ണ.